ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് ഫ്രൈഡേ ആണ്. പിള്ളേരും ഇക്കായും എല്ലാവരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഞാനൊരു 8 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ചാടിയതാണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് സ്നേഹയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടൊരു ട്രഷർ ഹണ്ട് പോലെ നമ്മളെല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ വേറൊരു ഫ്രണ്ട് സെറ്റാക്കി രാത്രി എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ട്രഷർ ഹണ്ടിന് വേണ്ടിയിട്ടുള്ള ക്ലൂവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊരു 5 സ്ഥലത്തായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനും വേറൊരാളും കൂടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ഉള്ള ആൾ ബാഡ്മിൻ്റന് പോയേക്കാണ്. അപ്പോൾ അവളുടെ കൂടെ തന്നെയാണ് ഇത് പ്ലാൻ ചെയ്ത ആളും എല്ലാവരും ഉള്ളത്. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് കേട്ടോ എനിക്കുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് ഇപ്പോൾ 2 പിസ്സ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗ്രാൻഡിലേക്ക് വന്നതാണ്. അപ്പോൾ സംഭവം ചെറുതായിട്ടൊന്ന് പാളി. അപ്പോൾ ഗ്രാൻഡിലെ സെക്യൂരിറ്റിയുടെ അടുത്ത് നമ്മളൊരു ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടാ. അപ്പോൾ ഞങ്ങൾ ഒന്നും അറിയാത്ത പോലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പിസ്സ വാങ്ങിക്കാൻ വന്ന പോലെ അങ്ങനെ ആക്ട് ചെയ്ത് അവളുടെ കൂടെ കൂടി. വേറെ ആരോ ആണ് ഇത് പ്ലാൻ ചെയ്തേക്കുന്നത് എന്നുള്ള രീതിയിൽ ആക്കി എടുത്തു കേട്ടോ. നമ്മൾ എല്ലാ പെണ്ണുങ്ങളെയും പോലെ സ്നേഹയുടെ ഡ്രീമും സ്നേഹയുടെ ഹസ്ബൻഡാണ് ഇതൊക്കെ ചെയ്യണേ എന്നാണ് അവളുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങൾ തന്നെയാണ് അത് ചെയ്തതെന്നുള്ളത് ഫൈനൽ അവൾ റിയലൈസ് ചെയ്തു കേട്ടോ. അപ്പോൾ ഗ്രാൻഡിലത്തെ സെക്യൂരിറ്റി കറക്റ്റ് സമയപ്പോൾ എങ്ങോട്ടൊക്കെയോ പോയി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം അവിടെ ലാഗായിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തതും കുറച്ചൊന്ന് പാളിപ്പോയതും. എന്നാലും ഞങ്ങൾ അഭിനയിച്ച് തകർത്ത് പിടിച്ച് നിന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ സെക്യൂരിറ്റി അത് വേറെ ആളുടെ അടുത്തോ കൊടുത്തിട്ട് വിട്ടിട്ട് സ്നേഹയല്ലേ ഹാപ്പി ബർത്ത്ഡേ എന്നും പറഞ്ഞിട്ട് ആ ക്ലൂവും കൊടുത്തു. അങ്ങനെ ലാസ്റ്റ് അവൾക്കൊരു ഡ്രസ്സ് അവിടുത്തെ ടോയ്ലറ്റിൽ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അതിലുള്ള ക്ലൂ. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ കേക്കും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തതും അവിടെ പാർക്കിലെ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങളാ വെച്ചേക്കണേന്നുള്ളത് അവൾ അറിയുന്നില്ല. അവളുടെ ആഗ്രഹം അനുസരിച്ച് ഹസ്ബൻഡാണെന്ന് ചിലപ്പോൾ വിചാരിച്ച് കാണും. എന്തായാലും അങ്ങനെ ഡ്രസ്സിൻ്റെ പാക്കറ്റും ഓൾറെഡി കിട്ടി. പിന്നെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് കണ്ണ് കെട്ടിയിട്ട് അവളെ പുറത്തേക്ക് ഇറക്കണം എന്നുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളൊക്കെ കൂടി കൈ പിടിച്ച് അങ്ങനെ പാർക്ക് വരെ അങ്ങനെ അവളെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ദീപം ഉണ്ടാവുമെന്നും കേക്ക് ഉണ്ടാവും എന്നൊക്കെ അവൾ പ്രതീക്ഷ കാണും. പക്ഷേ ഞങ്ങൾ തന്നെയായിരുന്നു എല്ലാം ചെയ്തത് എന്നുള്ളത് അവിടെ ചെന്നപ്പോഴാണ് കേട്ടോ അറിഞ്ഞത്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടായി. ഇങ്ങനെയൊക്കെ ഒരു സർപ്രൈസ് വല്ലപ്പോഴും കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലിങ്സ് അത് അടിപൊളി തന്നെയല്ലേ. അപ്പോൾ കേക്കും നമ്മുടെ ഫ്രണ്ട് തസീബയാണ് ഓർഡർ ചെയ്തത്. അതും ആമിനയുടെ റൂമിലേക്കാണ് ഓർഡർ ചെയ്തത്. കാരണം ഇവർക്ക് രാവിലെ ബാഡ്മിൻ്റൺ ഉണ്ട്. അപ്പോൾ ഒന്നും അറിയാത്ത പോലെ ഇവർ ബാഡ്മിൻ്റന് രാവിലെ തന്നെ പോയി. അപ്പോൾ അവളുടെ അടുത്ത് ഹാപ്പി ബർത്ത്ഡേ കാര്യങ്ങളൊന്നും അവർ വിഷ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ അക്കാഡമിയിൽ തന്നെയുള്ള ഒരാളുടെ അടുത്താണ് ആദ്യത്തെ ക്ലൂ കൊടുത്തത്. അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരികയാണ് കേട്ടോ. ഞങ്ങളാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഉള്ളത് അവൾ മനസ്സിലാക്കാതിരിക്കാൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. അങ്ങനെയാണ് പെട്ടെന്ന് ഗ്രാൻഡിൽ വെച്ച് ഞങ്ങൾ മീറ്റ് ചെയ്തതും. അപ്പോൾ പെട്ടെന്ന് അവിടെ വെച്ച് കണ്ട പാതിരിയിൽ നമ്മളങ്ങനെ അഭിനയിച്ചു. പിന്നെ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെ കൂടി എന്നുള്ള രീതിയിൽ അങ്ങനെ ഞങ്ങൾ അഭിനയിച്ച് തകർത്ത് അവസാനം എന്തേ കണ്ണൊക്കെ കെട്ടി അവളെ കൊണ്ടുപോവുകയാണ് അവിടെ നിന്ന്. ഇത് സക്സസ് ആവുമോ എന്നുള്ളൊരു ടെൻഷൻ ഞങ്ങൾക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം പല രീതിയിലും ഇത് ഫ്ലോപ്പ് ആവുമല്ലോ. അവളറിയാതെ നോക്കണം. അതേപോലെ നമ്മൾ ഓരോ സംഭവങ്ങൾ കൊടുത്തേക്കുന്ന ആളുകൾ കറക്റ്റായിട്ട് അത് അവളുടെ കയ്യിൽ ആ ടൈമിൽ കൊണ്ടുപോയി കൊടുക്കണം. പിന്നെ രാവിലെ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റണം. വീട്ടിൽ ഞാൻ ദോശമാവ് ഉണ്ടായിരുന്നു കേട്ടോ. ദോശമാവും പിന്നെ ദോശയാക്കി ചമ്മന്തിയൊക്കെ ആക്കി എല്ലാം ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് ലേറ്റായിട്ട് ചെന്നാലും മതിയല്ലോ. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഞാനൊരു മന്തിയും പ്ലാൻ ചെയ്യണുണ്ട്. ഫ്രൈഡേ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ എല്ലാവരും സുബിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രീ ആയിട്ടെല്ലാം ചെയ്യാനും പിടിക്കാനും ഒക്കെ പറ്റി. കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഒരു 7 മണി തുടങ്ങി തന്നെ എല്ലായിടവും നല്ല വെയിലാണ്. വെയിൽ ഡയറക്റ്റ് കൊണ്ടുകഴിഞ്ഞാൽ തന്നെ ഭയങ്കര തലവേദനയാണ് കേട്ടോ. അങ്ങനെ ആളെ കണ്ണൊക്കെ കെട്ടി പയ്യെ പാർക്കിലേക്ക് കൊണ്ടുപോയി. ആൾ ഭയങ്കര സർപ്രൈസായിട്ട് അവിടെ നമ്മൾ ചെറിയൊരു രീതിയിലൊരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പാർക്കിൽ ഒരുപാട് ടേബിളുകളൊക്കെ ഉണ്ട്. പക്ഷേ വെയിലില്ലാത്തൊരു പോർഷൻ നോക്കിയിട്ട് വേണമല്ലോ എടുക്കാനായിട്ട്. വെയിലില്ലാത്ത ഭാഗത്ത് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുമുണ്ട്. പിന്നെ എങ്ങനെയൊക്കെയോ ഒരു ടേബിൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. ബലൂണൊക്കെ ഒന്ന് വീർപ്പിച്ചു. അവിടെ കൊട്ടിച്ചൊക്കെ വെച്ചു. കേക്കും നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ റൂമും അവർക്ക് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയും കുറച്ച് സമയം ഞങ്ങൾ ലേറ്റായി. ഒരു ബാഡ്മിൻ്റൺ കഴിഞ്ഞ് ഇതൊക്കെ അന്വേഷിച്ചും പിടിച്ച് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് തന്നെ സമയം 10 മണിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് ചെന്നു.
അപ്പോൾ കേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 പിസ്സ ഗ്രാൻഡിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് വന്ന ചക്കയുടെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർക്കൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രാൻഡിലേക്ക് നമ്മൾ പിസ്സ വാങ്ങിക്കാൻ പോയ സമയത്ത് കേക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചു. അങ്ങനെ ഫൈനലി ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് അവളങ്ങനെ എല്ലാം കണ്ടിട്ടാണ്. സത്യം പറഞ്ഞാൽ ആൾ ഞെട്ടിപ്പോയി. ആൾ ദീപുവിനെയും പ്രതീക്ഷിച്ചു, പക്ഷേ ദീപു ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ തന്നെയായിരുന്നു എല്ലാം. അങ്ങനെ ഫൈനലി എല്ലാം ഉണ്ടായ കഥകളും സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്തതും എല്ലാം ഡിസ്കസ് ചെയ്തു. അതൊക്കെ പറഞ്ഞ് കുറേ നേരം അതൊക്കെ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവളുടെ ഏറ്റവും കൂതറ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് പ്രിൻ്റ് എടുത്ത് ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ച് കുറേ കളിയാക്കി. അങ്ങനെ ഇതേ കേക്ക് മുറിക്കാൻ പോവാണ്. അങ്ങനെ നമ്മളുടെ ട്രഷർ ഹണ്ടൊക്കെ ഭയങ്കര സക്സസ് ആയി. ഫോട്ടോസ് കണ്ട് അവൾ തന്നെ ഞെട്ടിപ്പോയിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ എടുത്ത പണിക്ക് ഒരു സക്സസ് ആയപ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇതേ കേക്ക് മുറിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു ദിവസം എൻ്റെ കണ്ണിന് ഈ ചെങ്കണ്ണിൻ്റെ പ്രശ്നമുള്ളൊരു ഡേ ആയിരുന്നു. അത് തീരാറായിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 4 ദിവസത്തോളമായി. എന്നാലും കണ്ണിന് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല, ചെറിയൊരു റെഡ് കളർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തായാലും ഒരു പകർന്ന അസുഖം കൊണ്ടേ ആയതുകൊണ്ട് തന്നെ എനിക്ക് പേടിയായിരുന്നിട്ട് ഇവരുടെ കൂടെ കൂടാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനൊരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അത്യാവശ്യം വെയിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണിനും ഇവർക്ക് അതൊരു പ്രശ്നമാവരുതല്ലോ. പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാതെ എല്ലാം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണവരാണ് കേട്ടോ. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ അയ്യോ നിനക്ക് കണ്ണിന് വയ്യാകിയാണെങ്കിൽ വരണ്ട, എനിക്ക് പകരും എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. കോവിഡിൻ്റെ സമയത്ത് പോലും ഒന്നും മൈൻഡ് ചെയ്യാതെ കയറി ട്രീറ്റ് ചെയ്യണവരും അങ്ങനത്തെ ആളുകളും ഉണ്ടല്ലോ. അപ്പോൾ ഇവരൊക്കെ ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുന്ന ആളുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവർക്കതൊരു വിഷയമല്ലാന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോയത്. എല്ലായിടത്തും നമുക്കങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കഴിച്ചു. അടിപൊളി കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ക്ലീനിങ്ങിൻ്റെ ഒരു ചേട്ടന്മാർ 2 പേരുണ്ടായിരുന്നു. അപ്പോൾ ചക്കയുടെയും കേക്കൊക്കെ അവർക്കും കൂടി കൊടുത്തു. അപ്പോൾ അവരും കഴിച്ചു. അപ്പോൾ അതൊരു സന്തോഷം. അങ്ങനെ നമ്മൾ പിരിയാൻ തീരുമാനിച്ചിട്ട്, കാരണം ഓൾറെഡി ഇവർ ബാഡ്മിൻ്റനൊക്കെ കഴിഞ്ഞ് ഭയങ്കര ടയേർഡായിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് വേസ്റ്റെല്ലാം വേസ്റ്റിലേക്കൊക്കെ ഇട്ട് ബലൂണൊക്കെ അവളുടെ കഴുത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടാണ് വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ്. സത്യം പറഞ്ഞാൽ നല്ല പണിയായിരുന്നു. അവൾ വരണേക്ക് മുമ്പ് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുമോ, എല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മളെല്ലാം പാക്ക് ചെയ്ത് വീട്ടിലേക്ക് വന്നു. ഇനി ലഞ്ച് ഉണ്ടാക്കണം. വീക്ക് ഡേയ്സിനേക്കാളും വീക്കെൻഡ്സ് ആയിരിക്കട്ടെ നമുക്ക് നല്ല പണി. കാരണം വീട്ടിൽ പിള്ളേരും മിക്കായും എല്ലാവരും ഉള്ളപ്പോൾ നമുക്ക് നല്ല പണി തന്നെയാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ മന്തിക്കുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എടുത്ത് പറഞ്ഞതാണ് വിത്ത് സ്കിൻ വേണം, വലിയ പീസ് വേണമെന്ന്. അവരൊരു കറിക്കട്ട് പോലെയാണ് കേട്ടോ തന്നേക്കണേ. 1.5 കിലോ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെറുതെ ഉപ്പും പെപ്പറും കൂട്ടി ഞാനൊന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. ഈ ചിക്കൻ്റെ വെള്ളത്തിലാണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും കുറച്ച് കൂടുതൽ വെള്ളത്തിലാണ് ചിക്കൻ വേവിച്ചെടുത്തത് കേട്ടോ. ഒറ്റ വിസിലിൽ തന്നെ നമ്മൾ ഓഫ് ചെയ്തു. കാരണം ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട്. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു വൈറ്റ് കളറായിട്ട് ഇരിക്കുമല്ലോ. അപ്പോൾ അതിവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെപ്പർ, തൈര്, അറബിക് മസാല എല്ലാം കൂടി നല്ല മിക്സായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിൽ. എന്നിട്ട് അതൊക്കെ ഒന്ന് വേവിച്ചെടുത്ത ചിക്കനിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ പാൻ വെച്ചു. അതിലേക്ക് ഹോൾ സ്പൈസസ് ഇടണം. ഞാൻ മറന്നുപോയിട്ടാണ്. ആദ്യം തന്നെ സവാള ഇട്ട് പോയി. ആദ്യം തന്നെ നമ്മുടെ ഹോൾ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ 2 ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ട് കൊടുക്കുക. പിന്നെ ക്യാപ്സിക്കം നിർബന്ധമായിട്ടും വേണം. ക്യാപ്സിക്കം, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് മല്ലിയില ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെറുതെ കളയുണ്ടാന്ന് വിചാരിച്ചിട്ടതാണ്. ആക്ച്വലി മന്തിയിൽ അങ്ങനെ മല്ലിയില ഇട്ട് കാണാറില്ല. അപ്പോൾ ഞാൻ പോയി വന്നപ്പോൾ ഒരു 10:30, 10:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ ക്ലീനിങ്ങും പിന്നെ കുറച്ച് അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ കിച്ചണിലേക്ക് വന്നത് തന്നെ ഒരു 12:30 ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും റെഡിയായി പള്ളിയിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ സെയിം ടൈം തന്നെ ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സംഭവങ്ങളും നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് തക്കാളി കാണുന്നില്ല ഫ്രിഡ്ജിൽ. അപ്പോൾ ഇക്ക വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ തക്കാളി ഇടാൻ നിന്നില്ല കേട്ടോ. എല്ലാം വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ റൈസ് ഇട്ടൊന്ന് വറുത്തെടുത്തു. പിന്നെ ചിക്കൻ വേവിച്ച വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടാണ് കേട്ടോ ഈ റൈസിനുള്ള വെള്ളം ഒഴിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം തന്നെയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് റൈസ് ഒരു 90% വേവും കാര്യങ്ങളൊക്കെ ആയി. കുറച്ചും കൂടി വെള്ളം ഒന്ന് വറ്റാനുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല സിമ്മിലേക്ക് വെച്ചതിന് ശേഷം ഞാനൊന്ന് സ്മോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഫ്രൈ ചെയ്ത ചിക്കനും മുകളിലൊക്കെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് നല്ല ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ദമ്മായിട്ട് ഇരിക്കും കേട്ടോ. പിന്നെ കഴിക്കുന്ന സമയത്ത് ഓപ്പൺ ആക്കിയാൽ മതി.
അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഇവർ പള്ളിയിലൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും ഞാൻ തമ്മിലിട്ട് എൻ്റെ കുളി നിസ്കാരം കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നല്ല ലേറ്റായിട്ട് തന്നെയാണല്ലോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. ഒരു 11:30 മണി സമയത്തൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3 മണിയൊക്കെ ആയിട്ടാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാത്രിയും ഇന്ന് എനിക്കൊരു ഡിന്നർ പാർട്ടി ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ പോണത്. അപ്പോൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അകത്തുള്ള റെസ്റ്റോറൻ്റ് ഒന്നും അല്ല കേട്ടോ, പുറത്താണ് പോണത്. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് തന്നെ ഡ്രൈവ് ചെയ്യണ 2 പേരുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കൂടെയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി. ഞങ്ങളൊരു 8-9 പേരോളം ഉണ്ട്. ഇതെങ്ങനെ സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സിന് വേണ്ടിയിട്ട് വെച്ചിട്ട് ഞാൻ എൻ്റെ പരിപാടികൾക്കായിട്ട് പോയിട്ട് അപ്പോഴത്തേന് കായൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീമും സ്വീറ്റ് ലസ്സിയൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ലസ്സി കുടിക്കുമ്പോൾ ഭയങ്കര സുഖമാണ് കേട്ടോ. ഇപ്പം ഞാനിതിനൊരു അഡിക്റ്റാണ്, എപ്പോഴും വാങ്ങാറുണ്ട്. അങ്ങനെ ഞാൻ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തേട്ടാ ഞാൻ ആസിമിനെ കുളിപ്പിച്ചിട്ടില്ല. രാവിലെ എഴുന്നേറ്റിട്ട് അങ്ങനെ വേഗം പോയി അവനെയും കൂടി കുളിപ്പിച്ചു. ഇതേ അങ്ങനെ ഫുഡൊക്കെ ഒന്ന് താലത്തിലേക്ക് ഞാൻ അങ്ങനെ തട്ടിയിട്ടിട്ടാ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് പീസൊക്കെ നോക്കിയിട്ട് എടുത്ത് കഴിക്കാമല്ലോ. ഞാൻ ഒരുപാട് ടൈപ്പ് മന്തി ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. പല റെസിപ്പീസും നോക്കിയിട്ട് പല രീതിയിലും വെക്കാറുണ്ട്. പക്ഷേ ഇക്കാക്ക് എപ്പോഴും കംഫർട്ട് ചിക്കൻ വേവിച്ച വെള്ളത്തിൽ റൈസ് കുക്ക് ചെയ്യുമ്പോഴാണ് കേട്ടോ. ആൾക്ക് അതാണ് എപ്പോഴും ഒരു കംപ്ലൈൻറ്റ് പറയണ കാര്യം. എനിക്ക് അതിന് രണ്ടിലും പ്രത്യേകിച്ച് ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നും തോന്നാറില്ല കേട്ടോ. രണ്ടും ടേസ്റ്റായിട്ട് തന്നെ തോന്നാറ്. പക്ഷേ ഇക്ക പറയും മന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ വേവിച്ച വെള്ളത്തിൽ തന്നെ റൈസ് വേവിക്കണം, അതാണ് പെർഫെക്റ്റ് മന്തി എന്ന് ഇങ്ങനെ എപ്പോഴും പറയും കേട്ടോ. അപ്പം മന്തി വെക്കണ ദിവസം ആളെന്നോട് ആദ്യം ചോദിക്കണത് അതാണ്, ചിക്കൻ്റെ വെള്ളത്തിലാണോ വേവിച്ചതെന്നിട്ടാ. ഇപ്പം പല വീടുകളിലാണെങ്കിലും ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആണെങ്കിലും കസിൻസിൻ്റെ വീട്ടിലാണെങ്കിലും ആണുങ്ങളങ്ങനെ കുക്കിംഗ് എങ്ങനെയാണ് അത് ഏത് ടൈപ്പിലാണ് വെച്ചതെന്ന് നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഭൂരിഭാഗം പേരും കിട്ടുന്ന കറിയോ അല്ലെങ്കിൽ കിട്ടുന്ന ഫുഡോ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കും, അങ്ങനെയുള്ളൂ എന്നാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും പറയാറുട്ടോ. പക്ഷെ ഇക്ക അങ്ങനെയല്ല, അതുണ്ടാക്കിയ രീതിയും മെത്തേഡും അതിലുള്ള സാധനങ്ങളൊക്കെ ചോദിക്കും കേട്ടോ. അത് എത്ര ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആളതിനെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചില സമയത്ത് വട്ടുപിടിക്കാറുണ്ട്. കാരണം ഞാൻ യൂട്യൂബ് നോക്കി ഏതെങ്കിലും ഒരു റെസിപ്പി സെറ്റ് ചെയ്തിട്ട് അത് ഉണ്ടാക്കാൻ പോകുമ്പോൾ അതങ്ങനെയല്ല, ഇതിങ്ങനെ അതിൻ്റെ വേറെ രീതിയിലാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ദേഷ്യം ഉണ്ടല്ലോ. അപ്പോൾ അതെനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രശ്നം. അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇക്കാക്ക് എന്തോ മീറ്റിങ്ങോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു. എനിക്ക് രാത്രി ഓൾറെഡി പോകണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതുകൊണ്ട് ആൾ ഫുഡ് കഴിച്ച ഉടനെ പോയിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ തിരിച്ച് വന്നിട്ടാണ്. ഫ്രൈഡേയ്സൊക്കെ അങ്ങനെ ഒട്ടും പുറത്ത് പോകലില്ല കേട്ടോ. മഗ്‌രിബ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പോയിട്ട് അങ്ങനെ വരലാണ്. പക്ഷെ ഇപ്പോൾ ഇന്നെന്തോ ആവശ്യം ഉണ്ടായിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഞങ്ങളൊരു 8 പേരുണ്ട് കേട്ടോ. 2 വണ്ടിയിലായിട്ടാണ് പോയത്. അപ്പോൾ പുറത്താണ് കേട്ടോ. നമ്മളെപ്പോഴും കൂടുകയാണെങ്കിൽ വാസലിൻ്റെ അകത്ത് തന്നെ 3 റെസ്റ്റോറൻറ്റുകളുണ്ടല്ലോ, അവിടെയാണ് പോവാറ്. അപ്പോൾ ഒരു ചേഞ്ച് ആവട്ടെ എന്നും കരുതിയിട്ട് അങ്ങനെ അരോമ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ പോയിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കാൻ പറ്റിയൊരു സ്പേസിൽ അങ്ങനെ ഇരുന്നു. ഇപ്പോൾ ഇതൊരു സ്റ്റാർട്ടറായിരുന്നു കേട്ടോ. ഒരു ബീട്രൂട്ട്, ജിഞ്ചർ, പിന്നെ അനാർ, ഇതിൻ്റെ മിക്സിങ് ആയിട്ടുള്ളൊരു ജ്യൂസായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായി. അങ്ങനെ അതൊക്കെ കുടിച്ചു. പിന്നെ സ്റ്റാർട്ടറായിട്ട് നമ്മുടെ ചിക്കൻ ലോലിപോപ്പും പിന്നെ ഓറഞ്ച് ചിക്കനും, ഓറഞ്ചിൻ്റെ ഫ്ലേവർ, ഓറഞ്ച് ജ്യൂസിൻ്റെ ഫ്ലേവറുള്ളൊരു ചിക്കനും ആണ് കേട്ടോ വാങ്ങിയത്. അത് പെട്ടെന്ന് തീർന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടാമതൊന്നും കൂടി ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ വാങ്ങിയത് മെയിൻ ഡിഷായിട്ട് വെള്ളയപ്പം പറഞ്ഞിട്ടുണ്ട്, അതിലേക്കൊരു പ്രോൺസ് കറി. ഇത് ഓൾറെഡി ഇവിടെ എൻ്റെ ഫ്രണ്ട് ഒരാൾ വാങ്ങിയിട്ട് അറിയാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പ്രോൺസ് ഇങ്ങനെ കോക്കനട്ട് തേങ്ങാപ്പാലിലുള്ളൊരു കറി, അത് അടിപൊളിയായിരുന്നു. അതും പെട്ടെന്ന് തീർന്നിട്ടാ. പിന്നെ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ പാൽക്കപ്പ ഉണ്ടല്ലോ അതും, പിന്നെ അതിൻ്റെ കൂടെ ബീഫും കൂടി ആയിട്ടുള്ളത്, അതിൻ്റെ 2 സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും മതിയായിരുന്നു നമുക്ക്. പിന്നെ ലാസ്റ്റ് ഒരു ചായയൊക്കെ വാങ്ങി കുടിച്ച് അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നു. നമ്മൾക്കൊക്കെ ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ സ്കൂളിൽ പഠിച്ചവരാണെങ്കിലും കോളേജിൽ പഠിച്ചവരാണെങ്കിലും. അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളുടെ ഏറ്റവും എൻ്റർടൈൻമെൻറ്റും ഒക്കെ ആയിട്ടുള്ളൊരു കാലഘട്ടമാണെന്ന് നമ്മൾ പിന്നീടായിരിക്കുമല്ലോ തിരിച്ചറിയുന്നത്. കാരണം അന്ന് നമുക്ക് ഉത്തരവാദിത്തങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. രാവിലെ എണീക്കുക, ഫുഡ് ഉണ്ടാക്കിയത് കഴിക്കുക, സ്കൂളിൽ പോവുക, വരിക, പഠിക്കുക. പക്ഷെ അന്ന് നമുക്ക് ആ ഒരു പഠനം ഭയങ്കര ബേർഡനും ബുദ്ധിമുട്ടും സ്ട്രെസ്സൊക്കെ ആയിട്ട് തോന്നിയിരുന്നെങ്കിലും പിന്നീട് ഒരു കാലഘട്ടം കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന കുറേ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ.
അതൊരു ഹൗസ് വൈഫ് ആയിക്കോട്ടെ, ഒരു വർക്കിംഗ് വുമൺ ആയിക്കോട്ടെ, നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് ഒരിക്കലും തീരുന്നില്ല. കുട്ടികളുടെ കാര്യങ്ങൾ, അവരുടെ സ്കൂളിൽ വിടുന്ന കാര്യങ്ങൾ, അവരുടെ പഠനം, വീട്ടിലത്തെ ജോലികൾ, അതെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണല്ലേ. നമ്മളൊരു ലേഡീസിനെ സംബന്ധിച്ചിട്ട് അങ്ങനത്തെ കുറച്ച് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമുക്കൊരിക്കലും ഒരു മോചനമില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഫാമിലിയായിട്ട് നമ്മൾ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടെത്തുമെങ്കിലും ആ ഒരേ പ്രായക്കാർ ആയിട്ടുള്ള ലേഡീസ് തമ്മിലുള്ള ആ ഒരു ഗ്യാതറിങ് ഉണ്ടല്ലോ, അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും ഇപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞാലും കുറച്ചും കൂടി കൂടുതൽ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ കുറേ നേരം ഇരുന്നതിന് ശേഷം ഒരു 10:30 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എല്ലാവർക്കും സ്വീറ്റ് കഴിക്കണം. അങ്ങനെ നമ്മൾ നേരെ ഫലൂദ നേഷനിൽ വന്നിട്ട് നമ്മൾ ഓരോരുത്തരും ഇഷ്ടമുള്ള ഫലൂദയും കാര്യങ്ങളൊക്കെ ഓർഡർ കൊടുത്ത് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് എമർജൻസി ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 7 പേരാണുള്ളത്. എല്ലാവരെയും കൂടി ഒരുമിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം 6 പേര് ഓക്കെ പറയുമ്പോൾ 7ാമത്തെ ഒരാൾക്ക് എന്തെങ്കിലും എമർജൻസി കാര്യങ്ങൾ ഉണ്ടാവും. നമ്മൾക്ക് വീക്കെൻഡ്സ് ആകുമ്പോൾ പ്രത്യേകിച്ചും ഫാമിലി ആയിട്ട് എന്തെങ്കിലും കറക്കവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പം ഞങ്ങൾ 2 പേര് വെച്ചിട്ട് ഒരു ഫലൂദ അങ്ങനെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പം ഞാൻ ജാക്ക് ഫ്രൂട്ടാണ് പറഞ്ഞത്. ഒരു രക്ഷ ഉണ്ടായില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ജാക്ക് ഫ്രൂട്ട് ഫലൂദ. അങ്ങനെ പലരും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് കഴിച്ചു. അപ്പോഴത്തേനും 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നാട്ടിലത്തേക്കായും ഗൾഫിനെ മാറ്റി നിർത്തുന്ന ഒരു കാര്യം അത് തന്നെയാണ് കേട്ടോ. അപ്പം നാട്ടിലാണെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മളൊരു 3 വർക്കം കഴിഞ്ഞിട്ടുണ്ടാവും. ഗൾഫിലൊക്കെ ആണെങ്കിൽ 12 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണേ ഉണ്ടാവുള്ളൂ, പ്രത്യേകിച്ച് വീക്കെൻഡ്സിൽ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞും ചിരിച്ചും നമ്മുടെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ദേ ഇവിടെ ഉപേക്ഷിച്ച് നമ്മൾ ഫ്രഷായിട്ട് ഞങ്ങളങ്ങനെ തിരിച്ച് പോവാണ് കേട്ടോ. ഒരു 12:30 മണിയൊക്കെ ആയിട്ടുണ്ട് വീട്ടിൽ ചെന്നപ്പോൾ. ഹംദാൻ എപ്പോഴും എന്തോ ഫിലിമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിള്ളേർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്ക വന്നിട്ട് പിന്നെ രണ്ടാമതെന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയിട്ട് ഞാൻ വന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഇക്കായും എത്തിയത്. അപ്പം നമ്മളുടെ ഓപ്പോസിറ്റ് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ വരെ നല്ല പോകാനും വരാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. ഒരുപാട് തിരക്കുകളുടെയും ഉത്തരവാദിത്തങ്ങളുടെയൊക്കെ ഇടയിൽ സ്ത്രീകൾക്ക് ശരിക്കും അവരുടെ കാര്യങ്ങൾ നോക്കാൻ പലപ്പോഴും സമയം കിട്ടാറില്ലല്ലേ. ഇനി കിട്ടിയാൽ തന്നെ നമ്മൾ അവരുടെ അത് കഴിയട്ടെ, ഇത് കഴിയട്ടെ, കുട്ടികളുടെ ആ കാര്യം കഴിയട്ടെ, ഈ കാര്യം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോഴും നമ്മളൊരു കാര്യം ചിന്തിക്കാറില്ല, അവരുടെ ഒരു കാര്യങ്ങളും നമ്മൾക്ക് വേണ്ടി അവരാരും മാറ്റി വെക്കാറില്ല. അപ്പോൾ പിന്നെ നമ്മളുടെ സന്തോഷങ്ങൾ കുട്ടികളുടെ പേരിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പേരിലൊന്നും മാറ്റി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. അപ്പോഴത്തേനും സമയവും കാലവും ഒക്കെ ഓടിക്കൊണ്ടേയിരിക്കും. ഒരുപാട് ഉത്തരവാദിത്തങ്ങളിലൂടെ കടന്നു പോകുന്നവരാണല്ലേ ഓരോ അമ്മമാരും. അപ്പോൾ ഓരോരുത്തർക്കും ഇനിയും ഒരുപാട് ഓടാനുണ്ട്. അപ്പോൾ എല്ലാ അമ്മമാരും ഉമ്മമാരും ഹാപ്പി ആയിട്ടും എനർജി ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും ബിലേറ്റഡ് ഹാപ്പി മദേഴ്സ് ഡേ. അപ്പോൾ എല്ലാവരും അവരവരുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ള വഴികളൊക്കെ ചൂസ് ചെയ്തിട്ട് അതൊക്കെ ഒഴിവാക്കി എടുക്കാട്ടോ. ചിലർ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ചിലർക്കൊരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ റിലാക്സ് ആവും, അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ലേഡീസായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് റിലീഫ് ആവുന്ന ഒരുപാട് പേരുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ കംഫർട്ട്, അപ്പോൾ ആ ഒരു രീതിയിൽ കൂടെ നിങ്ങളുടെ സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ കളഞ്ഞ് ഉഷാറായി ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. പണ്ടൊക്കെ എനിക്ക് പുറത്തു പോകണമെന്നും കറങ്ങണതൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു കുറച്ച് കാലഘട്ടമായിട്ട് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വീട്ടിലിരുന്ന് സിനിമ കാണുന്നതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പക്ഷേ വീട്ടിലത് പോസിബിൾ അല്ല. ഒരു TV ആണെങ്കിലും ഞങ്ങൾ 5 പേരും 5 ഇഷ്ടങ്ങളുള്ളവരാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന് കാണണം. അപ്പോൾ എന്തായാലും വീട്ടിൽ TVക്ക് റെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ എല്ലാവരും പിള്ളേർ സ്കൂളിലും പോയി ഓഫീസിലും പോയാലും ഹാസിം എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് TV ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടലൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ഹാപ്പിനെസ് കണ്ടെത്താറ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് വളരെ തിരക്കുള്ളൊരു ദിവസം തന്നെയായിരുന്നു. രാവിലെ തുടങ്ങി ഫുൾ ഓട്ടോ ആയിരുന്നു. എന്നാലും ഒരുപാട് സന്തോഷം, നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ അങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.